അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാത സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന രാജ്യത്ത് രാവിലെ വെളുപ്പിന് അധികാലത്തെ ആണല്ലോ, ഞങ്ങളായിരിക്കുന്ന ദേശത്ത് രാത്രിയാണ്. പകലും രാത്രിയും ഇല്ലാതെ ദൈവസാന്നിധ്യത്തിൽ നമുക്കായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന സാവകാശത്തിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ പ്രൈസ് പ്രൊഫറ്റിക്കൽ മിനിസ്ട്രീസിന് ആത്മീക ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസനെ ഓർത്ത് സ്തോത്രം. അമേൻ. കർത്താവിൻ്റെ ദാസൻ അമേൻ കഴിഞ്ഞ ദിവസം എന്നെ ഇങ്ങനെ വിളിക്കുകയും എനിക്ക് മെസ്സേജ് തരുകയും ഇങ്ങനെ ആ നിലയിൽ അമേൻ കർത്താവിൻ്റെ ദാസനുമായിട്ട് ബന്ധപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദേവദാസനായിട്ട് സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. ഇതിൻ്റെ പേര് പ്രൈസ് പ്രൊഫറ്റിക്കൽ മിനിസ്ട്രീസ്. അതിൻ്റെ താഴെ ഞാൻ കണ്ട റൈസിങ് വിത്ത് ഹോപ്പ് ആൻഡ് പ്രയർ. എനിക്ക് എന്നെ അത് ചിന്തിപ്പിച്ചു. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ദൈവം വളരെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കട്ടെ. അതിൻ്റെ ആ ഫ്ലെയറിൽ കൊടുത്ത ഒരു വാക്യമാണ് സങ്കീർത്തന പുസ്തകം 63-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. കാരണം ചിന്തിപ്പിച്ചെന്ന് പറയുവാൻ ഞാൻ കഴിഞ്ഞ ദിവസം ദേവദാസൻ ഓർപ്പിച്ചപ്പോൾ തന്നെ പ്രാർത്ഥിച്ചു. ഇന്നലെ ഞാൻ ന്യൂജേഴ്സി സ്റ്റേറ്റിലായിരുന്നു. കുറച്ചു മുമ്പാണ് ഇവിടെ ഞങ്ങളായിരിക്കുന്ന ന്യൂയോർക്കിലേക്ക് കടന്നു വരാൻ ഇടയായത്. അപ്പോൾ ഞാൻ ഒരു 2-3 മെസ്സേജുകൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നു. അതൊക്കെ ചിന്തിക്കാം, ആലോചിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ അല്പനേരം പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ അത് ചിന്തിപ്പിച്ചത്, ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. എൻ്റെ പ്രാണന് മഞ്ഞയും മേധസ്സെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അതിരങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു എന്ന് കേൾക്കുവാൻ വായിക്കുവാൻ ഇടയായി. അപ്പോൾ എന്നെ അവർ ചിന്തിപ്പിച്ചു. കാരണം അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ യാത്രയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ, അപ്പം കിടക്കയിൽ ദൈവത്തെ ഓർക്കുകയും രാത്രിയാമത്തിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ വായ് സന്തോഷമുള്ള അതിരങ്ങളാൽ സ്തുതിക്കും. അങ്ങനെ അത് പറയുന്ന ഒരു ഭക്തൻ പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കൂട്ടൻ ഭക്തന്മാര്, ദൈവത്തിന്റെ ദാസന്മാർ നടുവിൽ ഈ എളിയവനായ അടിയന് ദൈവത്തിന്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ സാവകാശത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ ദാസനെ ഓർത്ത് സ്തോത്രം. കർത്താവ് നമ്മെ എത്രത്തോളം പരിപാലിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ എന്നെ നമ്മെ വിളിച്ചപ്പോൾ ഞാനൊരു ഗ്രൂപ്പിൽ എൻ്റെ നമ്പർ ആണെന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മെ അറിയാത്ത പലരും നമ്മെ അറിയുന്നല്ലോ, അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. എനിക്ക് ഞാൻ വചന ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസൻ ജോൺസൺ ദേവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വളരെ മനോഹരമായ നിലയിൽ ദൈവത്തെ ആരാധിച്ച ആ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. വളരെ മാധുര്യമായ നിലയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ തൻ്റെ ദൈവത്തെ ദൈവം ഒരുക്കിയല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ശരിക്കും വിചാരിച്ചത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നുണ്ട്, നമ്മുടെ സാധാരണ സ്നാന ശുശ്രൂഷയിൽ പറയുന്ന ജീവപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം നിനക്ക്. ആ ഒരു ചിന്ത മനസ്സിൽ വന്ന് ദൈവം വിശ്വസ്തൻ എന്നൊരു ചിന്തയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വേറൊരിടത്ത് എനിക്ക് തെസ്സലോനിക്ക ലേഖനത്തിന് ഒരു ചിന്ത വന്നു. എന്നാലേ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഡൈവേർട്ടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുപോയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തെങ്കിലും ദൈവത്തിന് അതിന് പദ്ധതി ഉണ്ട് തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ ആ സന്തോഷമുള്ള ആ ഹൃദയങ്ങളെ ആണ് ഇന്ന് ദൈവത്തിന് ആഗ്രഹം. ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷവും അവന്റെ വലത്തുഭാഗത്ത് പ്രമോദങ്ങളുമുണ്ട്. അപ്പൊ എന്നെ ഈ സന്തോഷവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവാത്മാവ് ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു ആലോചന ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തന്റെ കാരാഗ്രഹത്തിൽ നിലകിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പി, അതേ കാര്യം പിന്നെയും വരുന്നതിൽ എനിക്ക് മടുപ്പില്ല, നിങ്ങൾക്കത് ഉറപ്പാകുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ലോകത്തിൽ സന്തോഷം ഒത്തിരി ആഗ്രഹിക്കുന്നവരാ, ഒത്തിരി സന്തോഷം. ഇന്ന് ദൈവാത്മാവ് നടത്തുന്നത് പോലെ അത് ബൈബിൾ സ്റ്റഡി ആയിട്ടോ ദൈവവചനമായിട്ടോ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്, എൻ്റെ കഴിവോ
പ്രാപ്തി ഒന്നും ഞാനിവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടാൽ, ദൈവത്താൽ നടത്തപ്പെട്ടാൽ അവിടെ ആയിരിക്കും വിടുതലുണ്ടാവുന്നത്. അങ്ങനെ ഇന്ന് രാത്രികാലം ദൈവാത്മാവ് എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് അതാത് സമയങ്ങളിൽ ദൂതും ആലോചന അറിയിക്കും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ക്രിസ്തുവേശുവിന്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും. ഇവിടെ വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും വരുന്നത്. എന്നിട്ടാണ് താഴോട്ട് വായിക്കുകയാണ്, നമ്മുടെ പിതാവായ ദൈവത്തിനും കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. 3-ാമത്തെ വാക്യം, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും, അതാണ് എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ സന്തോഷിക്കുക, ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവവചനത്തിൽ സന്തോഷിക്കുക. പിന്നെ നമ്മൾ അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവർ. ഇന്ന് രാത്രി പ്രഭാതത്തിൽ എനിക്ക് പറയുവാനുള്ളത്, ചിലരിൽ ഓൾറെഡി ദൈവം നല്ല പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നു. സ്തോത്രം. ചിലരെ ദൈവം ആരംഭിക്കാൻ പോവുകയാണ്. ചിലരിൽ അവൻ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നു. ആരംഭിച്ചുകൊണ്ടിരുന്നാലും ആരംഭിച്ചു കഴിഞ്ഞാലും ആരംഭിക്കുവാൻ പോയാലും അതൊരു ദൈവികമായ നിയോഗത്തിന്റെ കാരണമായി തീരുവാൻ, സന്തോഷത്തിന് ഉടമകളായി തീരുവാൻ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ചിലരിൽ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു, ചിലരിൽ അത് ആരംഭിച്ചിരിക്കുന്നു, ചിലരിൽ ആരംഭിക്കുവാൻ പോകുന്നു. ഏതു നിലയിലായാലും ദൈവത്തിന്റെ ആത്മാവ് അതിന്മേൽ പ്രവർത്തിച്ച് ക്രിസ്തുവേശുവിന്റെ നാളോളം അത് തികയ്ക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. യെശയ്യാ ദേവദാസൻ ഈ മീറ്റിംഗ് തുടങ്ങിയതിന്റെ പിൻപിലും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തിൽ സന്തോഷിക്കുക, ദൈവത്തിന്റെ വചനം സന്തോഷിക്കുക. പ്രിയ ദൈവമക്കളെ, നമുക്ക് ലോകത്തിൽ ഒത്തിരി സന്തോഷിക്കുവാൻ വകയുണ്ട്. എന്നാൽ ആ സന്തോഷമൊന്നും നിലനിൽക്കാതിരിക്കുമ്പോൾ, താൽക്കാലികം മാത്രമായി തീരുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലും ദൈവത്തിലും സന്തോഷിച്ചാൽ അത് നമ്മെ നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന സന്തോഷമായി തീരുവാൻ ഇടയാകുമെന്ന് ഇന്ന് രാത്രി പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾ അത് റിസീവ് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനിടയായി തീരും. 1-2 സന്തോഷത്തെ പറ്റി ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ ലൂക്കോസ് 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിനല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുന്നേൽക്കത്രേ, സന്തോഷിപ്പീൻ. സ്തോത്രം. നമുക്കറിയാം നമ്മളെ പലതിലും സന്തോഷിക്കുന്നവരാണ് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ കർത്താവിന്റെ അടുത്തായിട്ട് അതിന്റെ 1 മുതൽ വാക്യം വായിക്കുമ്പോൾ, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്തു വളരെയുണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കമാകിയാൽ കൊയ്ത്തിന്റെ യജമാനനോട് സ്തോത്രം തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിനെ അപേക്ഷിപ്പി എന്ന് കർത്താവ് തിരുവായ് ഒഴിഞ്ഞ് അന്ന് ചെയ്തിട്ട് 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പോകുവീ, ചെന്നായിക്കടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഉള്ള ചെന്നായെല്ലാം മാറ്റി അവിടെ നിങ്ങളെ അയക്കുന്നല്ല, ചെന്നായിക്കടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ആയിരിക്കുന്ന ലോകം, ആയിരിക്കുന്ന സമൂഹം ചെന്നാക്കൾക്ക് തുല്യമായിരിക്കുമ്പോൾ അവിടെ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നെങ്കിൽ സ്വത്രം ആ കുഞ്ഞാടുകളായി നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ആയിരിക്കുന്നിടത്ത് ദൈവം നിങ്ങളെ അയക്കും. അതിനൊരു പ്രത്യേകമായ കൃപയും നമ്മോട് കൂടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ കർത്താവ് പറയാണ്, സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്, വയലോ ചാരയും വന്ദനം ചെയ്യും. ഇതൊക്കെ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ട് ദൈവത്തിന്റെ സുവിശേഷത്തിനായി ഇറങ്ങിച്ചെന്ന് 5-ാമത്തെ വാക്യം, ഏത് വീട്ടിലെങ്കിലും ചെന്നാൽ ഈ വീട്ടിന് സമാധാനം എന്ന് പറയുവേ. അങ്ങനെ ആ 70 പേര് പോയി. അവർ യേശുവിന്റെ കൽപ്പനകൾ അനുസരിച്ച്, നമ്മൾ ഈ 12 ശിഷ്യന്മാരെ കണ്ടുള്ളൂ. 12 ശിഷ്യന്മാരല്ല, രഹസ്യവും പരസ്യവുമായ അനേക ശിഷ്യന്മാർ ദൈവത്തിനുണ്ടായിരുന്നു. അങ്ങനെ ഈ 70 പേര് എന്ത് ചെയ്തു? അയച്ചവര് മടങ്ങി വന്നു. അവര് മടങ്ങി വന്നു പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്.
ആമേ 17-ാമത്തെ അധ്യായത്തിൽ ആ വാക്യത്തിൽ പറയുന്നു, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങും. ഓ, ഞാൻ ചെയ്ത അത്ഭുത പ്രവർത്തികൾ, ഞാൻ UP ചെയ്ത്, രാജസ്ഥാനിൽ ചെയ്ത്, കേരളത്തിൽ ചെയ്ത്, ഇത് പറയുവാനല്ല മക്കളെ നമ്മളെ വിളിച്ചിരിക്കുന്നത്. പിന്നെ യേശുവിന്റെ മറുപടി എന്താണ്? യേശുവിന് സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. സ്തോത്രം. അടുത്ത വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. പ്രിയ ദൈവദാസന്മാരെ, ആമേ, പാമ്പുകളെയും ഒരു പവർ ആൻഡ് അതോറിറ്റി നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ട് സുവിശേഷത്തിന് വേണ്ടി വിളിച്ചിരിക്കുന്ന ദൈവജനമേ, ആമേൻ, പോകുവീൻ, ആമേൻ, എന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുക, എന്റെ നാമത്തെ ഘോഷിക്കുക എന്ന് പറഞ്ഞ് കർത്താവ് പറയുവാണ്. ആമേൻ, പാമ്പുകളെയും തേളുകളെയും നിങ്ങളുടെ സുവിശേഷ വേലയ്ക്കെതിരായി നിൽക്കുന്ന അവൻ എതിരികളെ ശാസിക്കുവാൻ, അതിനെ കാൽ കീഴി ചവിട്ടുവാൻ, അതിനോട് കോംപ്രമൈസ് ചെയ്തു പോകുവാനല്ല, അതിനെ കാൽ കീഴി ചവിട്ടി അവൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ ഞാനിത് അധികാരം തരുന്നു. അടുത്ത വാക്യം, അതൊന്നും നിങ്ങൾക്ക് ദോഷം വരികയില്ല എങ്കിൽ. അമേ സൂത്രം. അടുത്ത വാക്യം 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. ഞാൻ ഇത്രയും വാക്യം വായിച്ചത് ആ 20-ാമത്തെ വാക്യത്തിന്റെ ബേസ് എന്താണെന്ന് ദൈവമക്കളെ മനസ്സിലാക്കുവാണ്. എങ്കിലും ഭൂതങ്ങൾ കീഴടങ്ങുന്നതിനല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ ഏതെങ്കിലും അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത്. നമ്മൾ എന്തിനാ സന്തോഷിക്കേണ്ടത്? നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന അത്രേ സന്തോഷിക്കണം. ഒത്തിരി ഞാൻ പറഞ്ഞ ഒത്തിരി കാര്യം ഒരു പ്രോഫറ്റിക് മെസ്സേജോ ഒരു സ്വത്രം ഒരു സ്വത്രം അല്ലെങ്കിൽ ഒരു പ്രോഫറ്റിക് മെസ്സേജ് അല്ലെങ്കിൽ ഒരു പ്രോസ്പെറിറ്റി തിയോളജി ഒക്കെ പറയുവാൻ പറ്റും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഡൈവേർട്ട് ചെയ്തു. ഈ കൂട്ടായ്മയ്ക്ക് ദൈവത്തിന് ആവശ്യം എന്താണ്? അതാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾക്ക് തരുവാൻ ദൈവത്തിന് ആഗ്രഹിക്കുന്നു. പറയണം, സന്തോഷിക്കുവാൻ. എന്തിലെ? ഭൂതങ്ങൾ പുറത്താക്കുന്നതിനല്ല, നിങ്ങളുടെ പേര് സന്തോഷിക്കുന്ന സ്വർഗത്തിൽ എഴുതി സന്തോഷിക്കണം. എത്ര പേർക്ക് പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നു? ഇല്ലെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിച്ചോ, കർത്താവേ, എന്റെ പേര് സ്വർഗത്തിൽ എഴുതാൻ. ഞാൻ എന്റെ ഒരു 25 വർഷത്തെ ആത്മീക ശുശ്രൂഷയിൽ പലരും പറയുന്നുണ്ട്, അമേരിക്കയ്ക്ക് പോകണം, പ്രാർത്ഥിക്കാം, UK പോകണം, പ്രാർത്ഥിക്കാം, ഓസ്ട്രേലിയക്ക് പോകണം, ന്യൂസിലാൻഡ് പോകണം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയാണല്ലോ നമ്മുടെ ജോലി, അതല്ലേ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. രോഗസൗഖ്യം, പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രി ഞാനും വൈഫും കൂടെ വേറൊരു സ്റ്റേറ്റിൽ പോയിട്ട്, ന്യൂജേഴ്സി സ്റ്റേറ്റിൽ പോയിട്ട് അവിടെ ഒരു കുടുംബത്തിൽ പ്രാർത്ഥിച്ചു. അന്തി ഉറങ്ങി, രാവിലെ വന്നു. വലിയ വിടുതൽ കാണുന്നുണ്ട്. അതല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ ഒരാളും എന്റെ ജീവിതത്തിൽ ദേവദാസനെ, എന്റെ പേര് സ്വർഗത്തിൽ കാണണം, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ഇന്നുവരെ ആരും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടില്ല. ദൈവദാസന്മാരെ, ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അച്ചായ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? എന്റെ പേര് സ്വർഗത്തിൽ കാണണം. നിങ്ങൾ എന്നോട് യോജിക്കുകയില്ല. നിങ്ങൾ വേറെന്തോ ഒരു വലിയൊരു സ്തോത്രം പ്രവചന ദൂതുമായിട്ട് വരുന്ന ദേവദാസനെ ആയിരിക്കാം പ്രതീക്ഷിച്ചത്. അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. പക്ഷെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയ ദൈവിക ആലോചന ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. അത് തന്നെയാണ് ദൈവം എന്നെ ഏൽപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കാലം എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കും. അത് ഈ മെസ്സേജ് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോ ഡിവൈസും ഒരു തീരുമാനം എടുക്കുവാൻ ഇടയായി തീരട്ടെ. എന്റെ പേര് സ്വർഗത്തിൽ എഴുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല എങ്കിൽ നമ്മൾ ഈ ശുശ്രൂഷിക്കുന്നതും ഈ അധികാലത്തെ എഴുന്നേൽക്കുന്നതും സമയം മെനക്കെടുന്നതും വേസ്റ്റ് ആണ്. അല്ല, സ്വർഗത്തിൽ പേര് എഴുതിയിരിക്കുന്നതിനാൽ ഇന്ന് രാത്രികാലം ദൈവം സന്തോഷിക്കുവാൻ തരും. 1-2 സന്തോഷത്തെ പറ്റി പറയുവാൻ ഞാൻ ആഗ്രഹിച്ചല്ലോ. അതിലൊന്നാമത്തെ സന്തോഷമാണ് നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതി സന്തോഷിപ്പൻ. 2-ാമത്തെ വാക്യം യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അവിടെ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമാണ്. കണ്ണുനീരേണ്ട പ്രവാചകൻ എന്നറിയപ്പെടുന്ന യെരമ്യാ പ്രവാചകൻ പറഞ്ഞത്, ഈ ലോകത്തിന്റെ നന്മ ലഭിച്ച് ഞാൻ സന്തോഷിക്കുന്നല്ല, പിന്നെയോ അവൻ ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കണ്ടെത്തി ഭക്ഷിക്കുവാൻ എത്ര പേർക്ക് കഴിയും? നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്നതിനെ ഭക്ഷിക്കാൻ കണ്ടെത്തി ഭക്ഷിച്ച ഭക്തൻ പറയുകയാണ്,
ആമേ സ്തോത്രം, നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതെനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമാണ്. യഹോവേ, നിന്റെ നാമം എനിക്ക് ആമേൻ ആമേൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവജനം ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. ഈ വചനം കേൾക്കുവാൻ അധികാലത്തെ ഉറക്കത്തിൽ എഴുന്നേറ്റ് വേണേ 1-2 മണിക്കൂർ ഉറങ്ങാമായിരുന്നില്ലേ? 1-2 മണിക്കൂർ ഉറങ്ങാമായിരുന്നു. എന്നാൽ ഉറക്കം വിട്ട് എഴുന്നേറ്റ് വന്നിരിക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നത് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുകയും ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുകയും അതെന്റെ ഹൃദയ സന്തോഷവും എന്റെ ഹൃദയ ആനന്ദവുമായി തീരുവാൻ. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അതെനിക്ക് സന്തോഷമാണ്, അതെനിക്ക് ആനന്ദമാണ്. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. മൂന്നാമത്തെ ഒരു സന്തോഷം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ആമേൻ. നമുക്കറിയാം 51-ാമത്തെ സങ്കീർത്തനം. 51-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ ആമേൻ സ്തോത്രം, അവിടെ നമ്മൾ കാണുന്നത് ദാവീദിന്റെ ജീവിതത്തിലുണ്ടായ ഒരു പാകപ്പിഴ അല്ലെങ്കിൽ ഒരു തെറ്റിന് ശേഷം ദാവീദ് അതിന്റെ 12-ാമത്തെ വാക്യം, ആമേൻ, നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമേ, മനസ്സൊരുക്കുള്ള ആത്മാവിനാൽ എന്നെ താങ്ങാണ്. ഒരു ഭക്തന്റെ നിലവിളി എന്തുവാ? രക്ഷയുടെ സന്തോഷം. ഒരു സന്തോഷം നമ്മൾ കണ്ടു, എന്താ? സ്വർഗത്തിൽ പേരെഴുതിക്ക് സന്തോഷിക്കുക. രണ്ടാമത്തെ സന്തോഷം ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന സന്തോഷം. മൂന്നാമത്തെ സന്തോഷം രക്ഷയുടെ സന്തോഷം. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കണം അതിന്റെ 8-ാമത്തെ വാക്യം, സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. അവൻ കേൾക്കുന്നതൊക്കെ സന്തോഷമായി തീരുവാൻ, കേൾക്കുന്നതൊക്കെ ആനന്ദമായി തീരുവാൻ ഇടയാകണം. പിന്നെ വായിക്കും, നീ ഒടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. ആമേൻ. പാപികളായ ആമേൻ നമ്മുടെ മുഖം ആമേൻ ദൈവം മറച്ച് ആമേൻ ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് നമ്മളെ മാറ്റി അകൃത്യങ്ങളൊക്കെയും മായ്ച്ചു കളയുന്ന ഒരു ദൈവം. ആമേൻ. സ്തോത്രം. ആമേൻ. ഒരു സ്തോത്രവും നിങ്ങളുടെ വായിൽ നിന്നുണ്ടാവത്തില്ല. കാരണം നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു മെസ്സേജ് അല്ല ദൈവമക്കളെ കിട്ടുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ പരമേൽപ്പിച്ച ഒരു ആലോചന ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് പറയാണ് അടുത്തത് 10-ാമത്തെ വാക്യം, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച്. എങ്ങനത്തെ ഹൃദയമാണ് വേണ്ടിയേ? കപടവും കള്ളത്തരങ്ങളും ഉള്ള ഒരു ഹൃദയമല്ല. പിന്നെ ആമേൻ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ജീവിക്കുന്ന സമൂഹം വളരെ ദുഷ്കരമായ നിലയിൽ അല്ലെങ്കിൽ സമൂഹം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ നിങ്ങളെ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടികളെ പോലെ അയച്ച ദൈവം അയച്ച് മനസ്സിലാക്കി ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. റിന്യൂ മൈ സ്പിരിറ്റ്. ആമേൻ. അത് പുതുക്കണമെന്ന്. പുതുക്കണമെന്താ? ഉണ്ടായിരുന്നു ഓൾറെഡി. എന്നാൽ ചില സമയങ്ങൾ അത് പുതുക്കപ്പാവിക്കാതെ എക്സ്പയർ ആയി പോയെങ്കിൽ, നഷ്ടപ്പെട്ടു പോയെങ്കിൽ, ആർക്കെങ്കിലും രക്ഷയുടെ സന്തോഷം ലഭിക്കാതെ ഉണ്ടെങ്കിൽ ആ രക്ഷയുടെ സന്തോഷം എനിക്ക് നൽകണമേ. ആരുടെയെങ്കിലും സന്തോഷം ഏതെങ്കിലും നിലയിൽ സമയം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതിനെ പുതുക്കി മടക്കി തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിന്നെ അടുത്തറിയാമോ? നിന്റെ സന്നദ്ധിയിൽ തന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ എടുത്തു കളയരുത്. ഓ സ്തോത്രം. തള്ളിക്കളയുവാൻ ചാൻസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ, തള്ളിക്കളയുവാൻ ചാൻസ് ഉണ്ട്. ആമേൻ. പരിശുദ്ധാത്മാവിനെ എടുത്തു കളയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ സാധ്യത ഉള്ളിടത്ത് എന്നെ തള്ളിക്കളയരുതേ, എന്നെ ഉപേക്ഷിക്കരുത് നാഥാ, എന്നെ ആ പരിശുദ്ധാത്മാവൻ എടുക്കരുതേ എന്ന് പറയുവാൻ ഈ ദിവസം എത്രയും പേർ കഴിയുവാൻ കഴിയും. 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ച്, നിന്നിട്ട് നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അങ്ങനെയെങ്കിൽ 3-ാമത്തെ സന്തോഷം രക്ഷയുടെ സന്തോഷം. സ്തോത്രം. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് ഒന്ന് വേഗം വരാം. അതിന്റെ 22, 23, 24 വാക്യം. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോൾ ദുഃഖമുണ്ടെങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് പറയാം, ഒന്ന് മനസ്സിലാകും. ഞാൻ സന്തോഷിക്കും. ഞാൻ സന്തോഷിക്കുവാനുള്ള വക എനിക്ക് ദൈവം തരും. പ്രിയ ദൈവമക്കളെ, സന്തോഷിപ്പാൻ ഒന്നും ചുറ്റുപാടുകൾ സാഹചര്യങ്ങൾ അനുകൂലമല്ല. എല്ലാം പ്രതികൂലം, എല്ലാം പ്രതിസന്ധിയാണ്. എന്നാൽ അവിടെയും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുമെന്ന് ദൈവാത്മാവ് വിളിച്ചു പറഞ്ഞാൽ, എന്നിട്ട് അടുത്ത വാക്യം യേശു കർത്താവ് പറയാണ്, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. ഇവിടെ ദാവീദ് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്, രക്ഷയുടെ സന്തോഷം എനിക്ക് തരണമെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കാലം സ്തോത്രം ആമേൻ, ആ സന്തോഷം എടുത്തു കളയാതെ
സന്തോഷത്തെ നൽകുന്നു ദൈവം. ഇത് മനസ്സിലാക്കിയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആമേൻ, നിങ്ങൾ സന്തോഷിക്കുവീൻ, എപ്പോഴും സന്തോഷിക്കുവീൻ. റിജോയ്സ് ഇൻ ലോർഡ്, ഓൾവേസ് റിജോയ്സ് ഇൻ ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ കർത്താവിൽ സന്തോഷിക്കുവാനിടയായി തീരട്ടെ. സ്തോത്രം. അതിന് താരോട് ഒത്തിരി വാക്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം ലഭിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? സന്തോഷമില്ലെങ്കിലും ഞാൻ പിതാവിനോട് ചോദിച്ചാൽ പിതാവ് എന്ത് ചെയ്യും? ആമേൻ, സന്തോഷം എനിക്ക് തരും. എങ്ങനെ സന്തോഷം തരും? അത് പൂർണ്ണമാകുവോളം, fullness of the joy. ആമേൻ, വെറും സന്തോഷമല്ല, പൂർണ്ണമാകുന്ന ഒരു സന്തോഷത്തെ എനിക്ക് നൽകുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് പ്രഭാതത്തിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ നമ്മൾ കേട്ട വചനം, അത് കെടാത്ത തീയായി അണയാത്ത അഗ്നി എന്റെ കാതിൽ കൂടി കേട്ട വചനം, ആമേൻ, സ്തോത്രം, അത് എങ്ങനെ കേൾക്കണമെന്നാണ് ഇവിടെ വായിച്ചു. എന്നാൽ നിങ്ങളുടെ സന്തോഷം എന്ത് ചെയ്യും? പൂർണ്ണമാകുവാൻ തക്കവണ്ണം ലഭിക്കും. വിശ്വസിക്കണം. പൂർണ്ണമാകുവാൻ തക്കവണ്ണം ലഭിക്കണമെങ്കിൽ നമുക്ക് വേഗം തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് ഒന്ന് തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ, ധന്യനായ പൗലോസ് പറയുവാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ശരിയാ, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. അത് മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊള്ളണം. യെസ്. നിങ്ങൾ എന്നോട് സഹകരിക്കുമോ? നിങ്ങൾ എന്നോട് എഗ്രി ചെയ്യുമോ? സമ്മതിക്കുമോ? സ്തോത്രം. എങ്ങനെ? മനുഷ്യൻ പ്രസംഗിച്ച, മാത്യു വർഗീസ് വന്ന് പ്രസംഗിച്ച ഒരു ദൈവവചനമല്ല. പിന്നെയോ, ആമേൻ, മനുഷ്യന്റെ വചനമായിട്ടല്ല. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, എന്നാൽ മനുഷ്യന്റെ വചനമായിട്ടല്ല കേൾക്കേണ്ടത്, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ, അത് ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി തീരണം. സ്തോത്രം. അവൻ രണ്ടാമത്, അത് കേൾക്കുന്ന ഞങ്ങൾ എന്നോടാണ് ദൈവാത്മാവ് ഇടപെട്ടെന്ന് വിചാരിച്ച് അത് വിശ്വസിക്കണം. മൂന്നാമത്, നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് വ്യാപരിക്കുവാനിടയായി തീരും. നമ്മളൊക്കെ വചനം കേൾക്കുന്നവരല്ലേ. ഒരുത്തർക്ക് വചനം കേൾക്കുമ്പോൾ നമുക്കറിയാം. ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോ വചനം കേട്ടുകൊണ്ടിരിക്കുക, ഇതിലേതെങ്കിലും ഒരു വ്യക്തി ആയിക്കോട്ടെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സന്തോഷിപ്പാൻ ഒരു വകയില്ല. അപ്പോഴാണ് മൊബൈൽ ഒരു മെസ്സേജ് വരുന്നത്, നിങ്ങളുടെ കയ്യിലേക്ക് 1 കോടി രൂപ നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടിൽ. ഹല്ലേലൂയ. ഇപ്പൊ ദൈവദാസർക്ക് ഇതെന്തിനാ ഇപ്പൊ ഹല്ലേലൂയ പറഞ്ഞു? ഹല്ലേലൂയ പറയാനുള്ള വചനം അല്ലല്ലോ ഇത്. അങ്ങനെ പ്രത്യേകത ഒന്നും ഇല്ലല്ലോ. പക്ഷെ ആ വ്യക്തിക്ക് കിട്ടിയ സന്തോഷം എന്താണെന്നറിയാമോ? ആ ലഭിച്ചതുപോലെ ഇന്ന് പകൽക്കാലം വചനം കേട്ടത് എന്ത് ചെയ്യും? ദൈവത്തെ സന്തോഷിക്കുവാനിടയായി തീരും. നമ്മളെ ചർച്ചകളിൽ ചെന്നേ ഒരു ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുമ്പോൾ ഉണങ്ങിയ ചില സഭയാണ്, അവർ തിരിഞ്ഞു നോക്കും, ആരായിരുന്നു പുതുതായിട്ട് വന്നെന്ന്, അല്ലെ മുൻപോട്ട് നോക്കും. ആമേൻ. ദൈവമക്കളെ നോക്കണം. ദൈവമക്കളെ, ഒരു സ്തോത്രം, ഒരു ഹല്ലേലൂയ നിങ്ങളുടെ ജീവനോടുള്ളത് പറഞ്ഞാൽ ആമേൻ, സഭയിലുള്ളവർ തിരിഞ്ഞു നോക്കണം, ഇത് ആരാ വന്നിരിക്കുന്നത്. അങ്ങനെ ആമേൻ, നമുക്ക് എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കേണ്ടത്? പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ശക്തിയോട്, പൂർണ്ണ ആത്മാവോട്. സ്തോത്രം. നമ്മൾ വീടുകളിൽ മക്കളോട് സംസാരിക്കുന്നതും ഭർത്താക്കന്മാരോട് സംസാരിക്കുന്നതും ഭാര്യമാരോട് സംസാരിക്കുന്നതിന്റെ ഒരു പകുതി സൗണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ എടുത്തെങ്കിൽ ആമേ സ്തോത്രം മതിയായിരുന്നില്ലേ? ആമേ സ്തോത്രം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പാസ്റ്റർ, അമേരിക്കയിൽ ഇരിക്കുന്ന പാസ്റ്റർ എങ്ങനെ ഞങ്ങളുടെ വീട്ടിലെ സംഭവം പറഞ്ഞത്? ആമേ സ്തോത്രം. ദൈവാത്മാവ് വെളിപ്പെടുത്തിയൊന്നും അല്ല സാറാമത് ദിവസത്തെ, ഇത് ദൈവാത്മാവ് വെളിപ്പെടുത്തതല്ല. ആമേൻ, മനസ്സിലാക്കി എടുത്തതാ. അതോർത്ത് ഞാൻ ദൈവത്തിന് അങ്ങനെ അവൻ കേൾക്കപ്പെടുന്ന വചനം അത് ദൈവവചനമായിട്ട് കൈക്കൊള്ളണം. ആ കേൾക്കുന്ന ദൈവത്തെ സ്തുതിക്കണം, അത് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ അത് വ്യാപരിക്കുവാനിടയായി തീരും. ഒന്നാമത്തെ ആമേൻ, തെസ്സലോനിക്കയിലെ 1-ാമത്തെ വാക്യത്തെ വായിക്കുന്നു, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം.
അപ്പം ഇന്ന് മുതൽ ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവവചനം സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായി തീരണം. പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരായി തീരണം. നമുക്കറിയാം, നമ്മളൊക്കെ ചില ഫ്ലെയർ നോക്കും, ആരാ പ്രസംഗിക്കുന്നത്, പേരുകെട്ട പാസ്റ്റർമാരോ ദേവദാസിമാരോ ആണെങ്കിൽ അനേകർ ജോയിൻ ചെയ്യും. എന്നാൽ ദൈവവചനം ശക്തമായി ഘോഷിക്കുന്ന ഒരാളാണെങ്കിൽ ആരും ജോയിൻ. ദൈവവചനമല്ല വേണ്ടത്. ഭാവിയെ പറ്റി അറിയുന്ന, അതിന് വെളിപ്പാട് പുസ്തകം വായിച്ചാൽ മതി ഭാവി അറിയണമെങ്കിൽ. അവിടെ ഭാവിയെ പറ്റി കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലനെ കൂടെ, അതായിരുന്നു ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിച്ചത്. എന്തുകൊണ്ട് അത് മാറിപ്പോയെന്ന് അറിയുന്നില്ല. എന്നാൽ വരും ദിവസങ്ങൾ അവസരം കിട്ടാൻ തീർച്ചയായിട്ടും അത് തന്നെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. എന്നെ രണ്ടാമത് വിളിക്കുവാൻ സാധ്യതയില്ല, കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വചനമായിരിക്കില്ല. എങ്കിലും കുഴപ്പമില്ല. അതുകൊണ്ട് കർത്താവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും അനുകാരികളായിത്തീരണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന് അനുകാരികളായിത്തീരണം. ആരെ പോലെ? ഇത് എഴുതിയ പൗലോസിനെ പോലെ നിങ്ങൾ സ്വത്രം അനുകാരികൾ എന്ന് പറഞ്ഞാൽ ഫോളോവേഴ്സ് ആകണം. അതാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പ്രത്യേകത. ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നവരായി തീരുവാൻ. നമ്മുടെ റോമാലേഖനത്തെ അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം പ്രാപിക്കുവാൻ ഈടയായിത്തീരണം. നിങ്ങളുടെ സന്തോഷം ആരും എടുത്ത് കളയത്തില്ല പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത്. യോഹന്നാൻ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കണം, നമ്മുടെ പേര് സ്വർഗത്തിലേക്ക് നാം സന്തോഷിക്കണം. നമ്മൾ വചനം കണ്ടെത്തി ഭക്ഷിച്ച് ആനന്ദ സന്തോഷം ഉണ്ടാകണം. പിന്നെ എന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. രക്ഷയുടെ സന്തോഷം എനിക്ക് പുതുക്കി തരണം. സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നൽകണം. പിന്നെ നമ്മൾ വായിച്ചെന്താണ്? ദൈവത്തിന്റെ സന്തോഷം ആരും എടുത്തു കളയാത്ത സന്തോഷം. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കാൻ ഇടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളെ എവിടെ നമുക്ക് സന്തോഷം വരുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 32-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം. സ്തോത്രം. ഉയരത്തിൽ നിന്ന് ഒരു ആത്മാവ്, ഈ ലോകത്തിന്റെ ആത്മാവല്ല, അവൻ പകരുവാൻ നമുക്ക് എന്തുണ്ടാവും? മരുഭൂമി ഉദ്യാനമായി തീരും. ഉയരത്തിൽ യേശു കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നു, ഞാൻ പോകാഞ്ഞാൽ സ്തോത്രം നിങ്ങൾക്ക് കാര്യസ്ഥനെ ലഭിക്കും. ഞാൻ പോയി ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയക്കും. ആ കാര്യസ്ഥൻ എന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സ്തോത്രം. അങ്ങനെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവ് ഉയരത്തിൽ നിന്ന് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം എന്ത് ചെയ്യുന്നറിയാമോ? നമ്മുടെ മേൽ പകരും. അപ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? മരുഭൂമി ഉദ്യാനമായി തീരും. നിങ്ങളുടെ വരണ്ട അവസ്ഥകൾ, ഉണങ്ങിയ അവസ്ഥകൾ ഉദ്യാനമായി തീരുവാൻ ഡിസേർട്ട് മരുഭൂമി എന്ത് ചെയ്യും? ഉദ്യാനമായി തീരുന്നു. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വായിച്ചേ, എന്റെ ഈ ഉണങ്ങിയ അവസ്ഥ, ഞങ്ങളുടെ ഈ ഉണങ്ങിയ അല്ലെങ്കിൽ വരണ്ട അവസ്ഥയൊന്ന് മാറി ഉദ്യാനം പോലെ പുഷ്പങ്ങളാൽ നിറയുന്ന ഒരു അനുഭവം മനസ്സിൽ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച്, ദൈവമേ ഈ സന്തോഷം എനിക്ക് തരണമേ എന്ന് പറയുവാൻ എത്ര പേർക്കിടയായി തീരും. സ്തോത്രം. സങ്കീർത്തനം 14-ാം അധ്യായത്തിന്റെ 7-ാമത്തെ ഒരു വാക്യമുണ്ട്, സിയോനിന് ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ ഇസ്രായേലാണ്. പ്രിയ ദൈവമക്കളെ, ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം, ഞങ്ങൾക്ക് എവിടെ സന്തോഷം. ഞാൻ ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ചയാണ് നാട്ടിൽ പോയിട്ട് വന്നിട്ട് ഒത്തിരി ഭവനങ്ങൾ സന്ദർശിക്കുവാനിടയായിട്ട്. സന്തോഷമില്ലാത്ത ഭവനം, സന്തോഷമുള്ള ഭവനം, വിഷമങ്ങളുള്ള ഭാരമുള്ള ഭവനമൊക്കെ സന്തോഷിക്കേണ്ടതായി സന്ദർശിച്ച് കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയായിത്തീർന്നു. ഒത്തിരി ബുദ്ധിമുട്ടി കഴിയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവാത്മാവിന് പറയുവാനുള്ളത് ബുദ്ധിമുട്ടോ പ്രയാസമോ ഭാരമല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ആ സന്തോഷം എനിക്ക് തരുവാൻ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷം എനിക്ക് തരുവാൻ ഇടയായിത്തീരും. ആ സന്തോഷം അനുഭവിക്കുന്നതായി തീരുവാൻ. ഈ ലോകത്തിന്റെ സന്തോഷമല്ല, ഈ ലോകത്തിന്റെ സന്തോഷം നമ്മുടെ കുഴിമാടത്ത് വരെ കൊണ്ടെത്തിക്കുമ്പോൾ നിത്യത വരെ എത്തിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അത് പരിശുദ്ധാത്മാവിൽ പ്രാപിക്കുന്ന സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം പകൽക്കാലത്തെ ഈ മെസ്സേജ് എന്റെ സന്തോഷം പകരുന്ന ഒരു മെസ്സേജ് ആയിത്തീരട്ടെ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ഇരുവായത്തുള്ള വാളിനേക്കാളും തെളിച്ചെല്ലുന്നതുമായ എബ്രായലെന്നെടുത്തേ. സ്തോത്രം.
അത് വായിച്ചിട്ട് ദൈവം എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വിളിച്ചു പറയാം. അതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ എന്നോട് കൂടെയാണോ? ആ വചനം എടുത്താട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ആമേൻ. അങ്ങനെ നിങ്ങളുടെ ചിന്തകളും പാവങ്ങളും വിവേചിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്തകളെ മനസ്സിലാക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. ഒരുപക്ഷെ ആമേൻ നിങ്ങൾ വിചാരിക്കും എന്റെ കല്ല് ആര് ഉരുട്ടി മാറ്റും, എന്റെ കല്ല് ആര് ഉരുട്ടി മാറ്റുമെന്ന് ഭാരത്തോടെ ഇരിക്കുന്ന ദൈവവൈതലേ, നിന്റെ കല്ല് ഓൾറെഡി ഉരുട്ടി മാറ്റി. അതല്ലേ അവിടെ കണ്ടത്? കാരണം മറിയയ്ക്ക് ഒരു കാരണമുണ്ട്. മറിയയുടെ ജീവിതത്തിൽ 7 ഭൂതങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭൂതം മാറ്റിയവന് മറിയയ്ക്ക് അറിയുള്ളൂ. ദൈവം എന്നെ നടത്തി എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ എനിക്കറിയാം, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഈ മറിയ ഏത് പ്രതികൂലങ്ങൾ, സാഹചര്യം ഒന്നും മറിയയ്ക്ക് അനുകൂലമല്ലായിരുന്നെങ്കിലും മറിയയ്ക്ക് ഒറ്റ ആഗ്രഹം എന്തായിരുന്നു? എൻ്റെ കർത്താവിനെ ഒന്ന് കാണണം, എൻ്റെ പ്രാണനാഥനെ ഒന്ന് കാണണം. എന്നെ വിടുവിച്ച 7 ഭൂതങ്ങൾ എന്നെ വിടുവിക്കുക, സ്വസ്ഥത നൽകിയ, സന്തോഷം നൽകിയ, സമാധാനം നൽകിയ എൻ്റെ അരുമനാഥനായ ഗുരുവിനെ ഒന്ന് കാണണം. അവർക്ക് തന്നെ പോകാൻ പേടിയായിട്ട് അവൾ എന്ത് ചെയ്തു? സഹോദരിമാരെ കൂട്ടുപിടിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ആരെങ്കിലും ഈ പ്രേരണി നീ ഒന്ന് വാടി, സഹോദരി നീ ഒന്ന് വാ, ഒന്ന് കേറെന്ന് പറഞ്ഞ് ഒരു ഫ്ലെയർ കൊടുക്കുകയോ ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചോ ചെയ്തെങ്കിൽ നീയും സുവിശേഷ വേലയിൽ പങ്കാളിയാണ് പ്രിയപ്പെട്ടവരെ. നമുക്കറിയാം നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. UP-യിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലൊന്നും പോകുവാൻ കഴിയുന്നില്ലെങ്കിലും അവിടെ ഇരിക്കുന്ന സഹോദരിമാർക്ക് ഒരു സ്വത്രം ആവശ്യമില്ലാത്തൊന്നും അയക്കണ്ട, ഒരു ഫ്ലെയർ ഒന്ന് ഷെയർ ചെയ്തേ, ഒന്ന് ജോയിൻ ചെയ്യട്ടെ, ഈ മീറ്റിംഗിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യട്ടെ, ഒന്ന് വചനം ഒന്ന് കേൾക്കട്ടെ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേല വലുതാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. അല്ലെ, ഒരു ശുശ്രൂഷ എന്ന നിലയിൽ, ഒരു സുവിശേഷം എന്ന നിലയിൽ, ഒരു ദൈവദാസ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് നിലയിൽ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അത് നിങ്ങൾ സുവിശേഷത്തിന്റെ പങ്കാളികളായി തീരുവാനിടയായി തീരും. അങ്ങനെയെങ്കിൽ ദൈവം നിങ്ങളെ സന്തോഷിക്കുവാനിടയായി തീരും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്വത്രം വയല് വിളഞ്ഞെടുക്കുന്നു. ലൂക്കോസ് 10-ാമത്തെ ശുശ്രൂഷു അവിടെ 70 പേരെ യേശു കർത്താവ് അയച്ചു. ഒരു വന്ന് ഭയങ്കര സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ യേശു കർത്താവ് അവരോട് പറഞ്ഞ എന്താ? നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കും. നിങ്ങളുടെ പേര് സ്വർഗത്തിൽ കാണണോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ചെറിയ പ്രവൃത്തി ദൈവത്തിന് വേണ്ടി ചെയ്താൽ ദൈവം അത് നീതിയായിട്ട് കണക്കിടും. തലമുറമേൽ അത് അനുഗ്രഹമായി തീരണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദൈവമക്കളെ ചെയ്യണം. ഒരു പ്രവാചകനോ ദൈവദാസനോ വന്ന് രാവിലെ വന്ന് അല്പനേരം വചന ശുശ്രൂഷ അത് കേട്ട് സന്തോഷിച്ച് കൈകൊട്ടി പോകുവാൻ അല്ല ദൈവമക്കളെ നമ്മളെ വിളിച്ചത്. അതൊക്കെ നല്ല കാര്യം വന്നാലേ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ദൈവത്തിന്റെ വചനം ശക്തിപ്പെടുവാൻ, ദൈവത്തിന്റെ വചനത്തിൽ പരിശുദ്ധാത്മ ശക്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഇടയാകുന്നെങ്കിൽ നിങ്ങളുടെ കല്ല് നമ്മളെ കാണത്തില്ല. മാത്രമല്ല, ഇനി അത് എന്റെ ഭാഷയിൽ പറഞ്ഞാല് വലിയ കാളവണ്ടി ചക്രത്തിന്റെ വലിപ്പമുള്ള ഒരു കല്ലായിരിക്കും. നല്ല മസിൽ പവറുള്ള റോമാ പൗരന്മാര് പട്ടാളക്കാരുടെ പിടിച്ചു വെച്ച പാസ്വേ ആയിരിക്കാം വെച്ചത്. കാരണം വെച്ചത് മാത്രമല്ല, അതിൽ പിന്നെ റോമാ ഗവൺമെന്റ് ഇമ്പീരിയലായിട്ടുള്ള സീൽ ഒരിക്കലും തൊടാൻ. എന്തിനാ റോമാ ഗവൺമെന്റ് കല്ല്? നാട്ടിലെ ഒരു ഇലക്ട്രിക്കൽ പോസ്റ്റേ തൊടുമോ? വിറകിന് ക്ഷാമം വന്നാലും പോസ്റ്റേ തൊടുമോ? അങ്ങനെ ആരെങ്കിലും തൊടുമോ? ഇല്ല. കാരണം വിവരം അറിയും എന്ന് പറഞ്ഞാൽ റോമാ ഗവൺമെന്റ് ആ ഇമ്പീരിയൽ സീലുള്ള ആ കല്ല് പോരാഞ്ഞിട്ട് അതിനെന്ത് ചെയ്തു? അതിനെ തുളച്ച് ചങ്ങല, ആനയെ കെട്ടുന്നതിനേക്കാളും വലിയ ചങ്ങലയിട്ട് തുളച്ച് വെച്ചതിനെ പട്ടാളക്കാര് നോക്കിയിരിക്കുക. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്ന പട്ടാളക്കാരുടെ നടുവിൽ ആ കല്ലുരുട്ടി മാറ്റി വെച്ചത് മാത്രമല്ല സഹോദരി, അതിനെ കേറിയിരുന്നു. പിന്നെ ഒരിക്കലും ഉരുണ്ടു വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ആര് കല്ലുരുട്ടി മാറ്റും? ചില വിഷയം എനിക്ക് വേണ്ടി ആര് പ്രവർത്തിക്കും? എനിക്ക് വേണ്ടി ആരും സംസാരിക്കും? എന്നാൽ ആരുമില്ലാത്തവർക്ക് നല്ല കർത്താവായി, നല്ല ഭർത്താവായി, നല്ല നാഥനായി ഒരു നല്ല കർത്താവുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ നമ്മളെ സന്തോഷിപ്പിക്കുവാൻ അവന്റെ സന്തോഷമാണ് നമ്മൾക്ക് വേണ്ടത്. ആ ദൈവത്തിന്റെ സന്തോഷം നമ്മളായിരുന്നാൽ നമ്മുടെ ജീവിതം ധന്യമാകുവാൻ തീരുവാനിടയായി തീരും. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെ ഇടപെടുന്നു? ഫീസ് കൊടുക്കുവാൻ ഇല്ലാത്ത, അടുത്ത മാസം എൻ്റെ കുഞ്ഞിന് ഞാൻ ഫീസ് എങ്ങനെ കൊടുക്കുമെന്ന്
വിഷാദിച്ചിരിക്കുന്ന ദൈവവൈതലെ നിനക്ക് വേണ്ടി ചില ആത്മാവേൻ ചില ജീവിതങ്ങളെ ദൈവം ആമേൻ ഒരുക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഇടപെടുകയാണ്. എന്റെ രോഗം എങ്ങനെ സൗഖ്യമാക്കും? ഞാൻ ഇതിനു വേണ്ടി ഭാരപ്പെട്ട് പ്രയാസത്തോടെ ഇരിക്കുന്നെങ്കിൽ ഇന്ന് ആമേൻ പ്രഭാതത്തിലെ ഈ വചനം നിന്റെ സന്തോഷത്തിന്റെ ഇടയായി തീരട്ടെ. എങ്ങനെയെന്ന് ചിന്തിക്കേണ്ട, ദൈവത്തിന് സകലവും സാധ്യമാണെന്ന് ദൈവത്തിന്റെ വചനത്തെ നമ്മെ ഓർപ്പിക്കുന്ന ഇന്ന് രാത്രികാലം ആമേൻ ആമേൻ ഫീസ് കൊടുക്കുവാൻ നമുക്കറിയാം, കോളേജിലായാലും ഹോസ്റ്റലിലായാലും സ്കൂളിലായാലും ഫീസ് കൊടുക്കുന്ന സമയം നമുക്കറിയാം. കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ സാധാരണ മമ്മിമാരോടാ പറയുന്നത്, അമ്മമാരോടാ പറയുന്നത്. വളരെ വേദനയോടിരിക്കുന്ന ആരോടോ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം ഇടപെടുകയാണ്. സ്തോത്രം. നിന്റെ വേദനയെ അകറ്റുവാൻ, നിന്റെ വിഷമത്തെ മാറ്റുവാൻ കഴിയുമുള്ള ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിന്നോട് സംസാരിക്കുന്നു. ആര് എന്റെ കല്ലുരുട്ടി മാറ്റും? ആ കല്ല് ഉരുട്ടി മാറ്റി വെച്ചത് മാത്രമല്ല, അതിന്മേൽ കയറിയിരുന്ന് ഇനി അങ്ങനെ സംഭവം ഒരു കല്ല് ജീവിതത്തിൽ ഉണ്ടാകാത്ത വിധത്തിൽ അത് കയറിയിരുന്ന് പിടിപ്പിക്കുന്ന ഒരു ദൈവം, നിനക്ക് സന്തോഷം നൽകുവാൻ മതിയായ ഒരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമുക്കറിയാം, 12 വർഷം രക്തസ്രാവക്കാരി സ്ത്രീയെ അവൾ ഏറിയോന്ന് നൽകി, ഉള്ളത് മുഴുവൻ നൽകി. എല്ലാ ഡോക്ടേഴ്സും വൈദ്യന്മാർക്ക് മുഴുവൻ കൊടുത്തു. ഒന്നുമില്ലാതിരുന്ന് അവൾ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും എനിക്കൊരു സൗഖ്യം വേണം. അവൾ യഹൂദ മര്യാദ പ്രകാരമോ ആചാരമോ നിയമങ്ങളോ ഒന്നും അവൾ നോക്കിയില്ല. അവൾ അതിനൊന്നും മൈൻഡ്. അവൾ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും എനിക്ക് സൗഖ്യമാകണം. അവളത് സ്തുതി കേട്ടു. ആമേൻ. സൗഖ്യത നൽകുവാൻ കഴിയുന്നുള്ള നസ്രനായ യേശു ഇതിലെ പാസ് ചെയ്യുന്ന സ്തോത്രം. അവൾ എന്ത് ചെയ്തു? അവൾക്ക് കഴിയത്തില്ല, അവിടെ സാഹചര്യങ്ങൾ അവൾക്ക് അനുകൂലം. രണ്ടും കൽപ്പിച്ചവൾ ആ വസ്ത്രത്തിന്മേൽ തൊടാൻ അവൾ കഴിഞ്ഞില്ലെങ്കിലും വസ്ത്രത്തിന്റെ തൊങ്ങലും തൊട്ടപ്പോൾ യേശുവിന്റെ ശക്തി അത് സൗഖ്യമായി വ്യാപരിച്ചു. അത് യേശു കർത്താവ് തിരിച്ചറിഞ്ഞു. ശിഷ്യന്മാര് ചോദിച്ചു, നീനെ മുട്ടിതാരെന്നാണ് ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു മുട്ടും തട്ടും അല്ല ദൈവമക്കളെ അവിടെ ഉണ്ടായത്. നമുക്കറിയാം, യൂട്യൂബിൽ പോയാൽ മുട്ടും തട്ടും കേട്ടും വചനം കേൾക്കുന്ന അനേകരുണ്ട്. ഒത്തിരി യൂട്യൂബിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒത്തിരി വചനം, ഇപ്പൊ സൂമുണ്ട്, ഇഷ്ടംപോലെ സൂമൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെ ഒരു വചനം കേൾക്കുന്നവരിലേക്കല്ല ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ടത്. വാസ്തവമായ ആഗ്രഹത്തോടെ എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു സൗഖ്യം വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിനെ നിന്നിലേക്ക് ശക്തി അയക്കുവാൻ മതിയായ ഒരു ദൈവം. വ്യക്തിപരമായി പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പലരോടും ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവരവർക്കറിയാം എന്നോടാണ് ദൈവം സംസാരിക്കുന്നതെന്ന്. എന്നോടാണ് സംസാരിക്കുന്ന ഒരു ദൈവം. ദൈവത്തെ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം പ്രിയപ്പെട്ടവരെ. സ്വന്തം നിങ്ങളോട് സംസാരിക്കുന്ന വചനം അത് ദൈവവചനം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യന്റെ വചനമായിട്ട് കേൾക്കരുത്, സാക്ഷാൽ ദൈവവചനമായിട്ട് നിങ്ങൾ ഏറ്റെടുത്ത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കും അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാണുവാനിടയായിത്തീരും. പല മാതാപിതാക്കന്മാര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയും, തലമുറയ്ക്ക് വേണ്ടി കരയുന്നു. പ്രിയ ദൈവമക്കളെ, വാസ്തവമായിട്ട് നിങ്ങൾ കരഞ്ഞാൽ, ഹന്നായെ ഓർക്കുക. നിങ്ങൾ ഹന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു, ഒരു പൈതലിനു വേണ്ടി കരഞ്ഞു. അവൾ കരഞ്ഞതുപോലെ അവക്ക് കൊടുത്തോ? അതിനൊരു കാരണമുണ്ട്. ഒരു പെനീന ഉണ്ടായിരുന്നു ഭവനത്തിൽ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകളും എതിരുകളും വൈരണികളും വൈരികളും ഒക്കെ വരുന്ന നല്ലതാ. പ്രാർത്ഥിക്കുവാൻ, മുഴങ്കാലം മടക്കുവാൻ ഇടയായി തീരും. സ്തോത്രം. ആ ഹന്ന കരഞ്ഞത് കൊണ്ട് ഹന്നായുടെ തലമുറ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവരായി തീരുവാനിടയായിത്തീരുന്നു. ദൈവശബ്ദം കേൾക്കുന്ന ഒരു ശൗമേലിനെ ഹന്നായിക്ക് നൽകിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രഭാതത്തിൽ ഇത് കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ വാസ്തവമായിട്ട് ദൈവസന്നിധിയിൽ കരയുവാൻ ഇടയായാൽ നിന്റെ തലമുറ ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവൻ മാത്രമല്ല, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന വ്യക്തിയായി തീരുവാനിടയായിത്തീരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്റെ തലമുറ ദൈവത്തെ സ്തുതിക്കുന്നവനായി തീരുവാൻ, ശുശ്രൂഷിക്കുന്നവനായി തീരുവാൻ, ദൈവത്തിന്റെ ഈ വചനം ഉയർത്തുന്നവനായി തീരുവാൻ. മാത്രമല്ല, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കണം. ഈ ലോകത്ത് ഒത്തിരി ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ടില്ലേ? ഒത്തിരി ശബ്ദം നമുക്ക് കേൾക്കുന്നുണ്ട്. എന്നാൽ അങ്ങനത്തെ ശബ്ദമല്ല ദൈവത്തിന്റെ ശബ്ദം. ദൈവത്തിന്റെ ശബ്ദം വാസ്തവമായി കേൾക്കുവാനിടയായിത്തീരും. നമ്മുടെ വിഷയങ്ങൾ മുഴുവൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പോകുവാൻ നമുക്ക് പറ്റും. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കേൾക്കുന്നവരായിത്തീരണം. നിങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് വിഷയങ്ങൾ, കാറ് വേണം, വീട് വേണം, ജോലി വേണം, കൊച്ചിന്റെ കല്യാണം വേണം, എല്ലാം നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മറിച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായിത്തീരണം. അല്ല ആലോചനയായി, ദൂതായി, അരുളപ്പാടായി ഏറ്റെടുത്ത് അതും പ്രകാരം മുന്നോട്ട് പോയാൽ അവിടെ ഒരു സന്തോഷത്തിന് വകയുണ്ട് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഒരുപക്ഷെ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലായിരിക്കാം.
സകലതും പ്രതികൂലമായിരിക്കാം, പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്, രോഗികളായിരിക്കാം. പക്ഷേ സ്തോത്രം, അവിടെയും നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള വക ദൈവാത്മാവ് തരും. ആമേൻ. എങ്ങനെ തരും? നമ്മൾ വായിച്ചല്ലോ, ഉയരത്തിൽ നിന്ന് ദൈവാത്മാവിനെ തരുമ്പോൾ ആമേൻ മരുഭൂമികൾ ഉദ്യാനങ്ങളായി തീരുവാനിടയായി തീരും. ഓ സ്തോത്രം. ആമേൻ. 72-ാം സങ്കീർത്തനത്തിലെ 6-ാമത്തെ വാക്യം ആമേൻ ദൈവമക്കൾ നിങ്ങൾ വായിക്കണം. അവിടെ ഇങ്ങനെ, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന വൺമഴയായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ നമുക്കറിയാം. നിങ്ങൾക്കൊക്കെ എന്നെക്കാളും കൂടുതൽ അറിയാമല്ലോ. സ്തോത്രം. എൻ്റെ പിതാക്കന്മാരൊക്കെ കൃഷി ചെയ്യുന്നവരാണ്ട് എനിക്ക് അതിനെപ്പറ്റി കുറച്ച് വിവരമുണ്ട്. ഇവിടെ ഞങ്ങൾ അല്പസ്വല്പം കൃഷി ചെയ്യും. എങ്ങനെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്? ഈ കപ്പയ്ക്കൊക്കെ തടവെടുത്തിട്ട് അല്ലെങ്കിൽ ചേനയ്ക്ക് ചെയ്യുമ്പോൾ തടവെടുത്ത് വെയിറ്റ് ചെയ്യും. എന്തിനാ ദേവദാസനെ വെയിറ്റ് ചെയ്യുന്നത്? മഴയ്ക്കായിട്ട് കാത്തിരിക്കും. നല്ല മഴ പെയ്യുമ്പോൾ നമ്മുടെ പപ്പാമാർ എന്ത് ചെയ്യും? ചെന്നിട്ട് തൂമ്പ എടുത്തൊന്ന് കുത്തും ആ നടുക്ക്. അവൻ നല്ല മഴ അല്ലെങ്കിൽ വെറും ചാറ്റ മഴ ആകുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ പറയും, പപ്പ ഇന്ന് മഴ പെയ്തല്ലോ, പോകത്തില്ല മോനെ, നല്ല മഴ പെയ്യുമ്പോൾ കൃഷി ഇറക്കിയാലാണ് അത് കിളുക്കുവാണ്. അത് അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെയും ആമേ ഭൂമിയെ നനയ്ക്കുന്ന വൻമഴ പോലെയും. ഈ അരിഞ്ഞ പുൽപ്പുറം എന്ന് പറയുമ്പോഴേ, പുല്ല് വെട്ടിയിടുമ്പോൾ ആ മഴ ചെയ്താലും എങ്ങും പോകത്തില്ല, അങ്ങോട്ട് താഴോട്ട് പോകും എന്ന് പറഞ്ഞാൽ അവൻ ലഭിക്കുന്ന മഴ അവൻ അത് സർവശക്തനായ ദൈവം എൽ ഷദായി സർവശക്തനായി ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം, ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം എങ്ങനെയാ? അത് മഴ പോലെ മാഴി പോലെ പെയ്യുന്നതായി തീരുവാൻ ഇടയാകണം. എൽ ഷദായി സർവശക്തനായി അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന മഴ പോലെ ഭൂമി നനയ്ക്കുന്ന വൺമഴയായി എന്റെ ജീവിതത്തിലേക്ക് വരണമേ, എന്റെ കുടുംബത്തിലേക്ക് വരണമേ, എന്റെ തലമുറയിലേക്ക് വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹപ്രായം എത്തിയിട്ടു ആമേൻ, വിവാഹപ്രായമായി എല്ലാമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, സാഹചര്യങ്ങൾ അനുകൂലമാണ്. എന്നാലും എന്റെ പൈതൻ ഇതൊരു വിവാഹപ്രായമായിട്ടില്ലെന്ന് വിചാരിക്കുന്ന മാതാവേ, ആമേൻ ഈ ദിവസങ്ങളിൽ അവൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിൽ ചില കോളുകൾ അവൻ നിങ്ങൾക്ക് ലഭിക്കും. ദൈവാത്മാവ് ശക്തിയായിട്ട് വിളിച്ചു പറയുകയാണ്. ദൈവത്തിന്റെ ആമേ സ്പഷ്ടമായിട്ട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. വ്യക്തികളുമായിട്ട് ദൂത് പറയുവാൻ സമയമില്ലല്ലോ. രാത്രികാലം ആമേ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ലഭിച്ച സമയം ഇവിടെ അവസാനിക്കുകയായതുകൊണ്ട് ഞാൻ വേഗത്തിൽ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആമേ സ്തോത്രം. ആമേ ദൈവത്തിന്റെ സന്തോഷത്തെപ്പറ്റി നമുക്ക് ചിന്തിക്കുവാനിടയായി. എത്ര പേർ അത് നോട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിലെ പരിശുദ്ധാത്മാവുള്ള സന്തോഷം, ക്രിസ്തുവിലുള്ള സന്തോഷം, ആമേൻ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ സന്തോഷം, സ്വർഗത്തിൽ പേര് വരപ്പെട്ടുള്ള സന്തോഷം, ആമേൻ ദൈവത്തിന്റെ വചനം കണ്ടെത്തിയുള്ള സന്തോഷം, അത് ഭക്ഷിച്ചുള്ള സന്തോഷം, ആമേൻ നിങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം, ക്രിസ്തുവിന് ലഭിക്കുന്ന സന്തോഷം ആര് എടുത്തു കളയാതെ വണ്ണം ഈ സന്തോഷത്താൽ നിലനിൽക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആമേ സ്തോത്രം, നിങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങി ആമേൻ ആ സന്തോഷം അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കും. ആമേൻ. വീണ്ടും ആമേൻ അവസരം ലഭിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ആമേൻ സ്തോത്രം നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹമുണ്ട്. കാരണം ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അധികാലത്തെ മുഖം അന്വേഷിക്കുന്ന ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ദൈവവേദന ഒരിക്കലും മുഖം മറച്ചു കളയുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അവൻ നമ്മളെ സമയം കിട്ടുമ്പോൾ ഫ്രീ ടൈമിൽ പ്രാർത്ഥിക്കുന്നത് നോർമൽ ഹവേഴ്സാണ്. നോർമൽ ഹവേഴ്സ് അത് ജോലി ചെയ്യുന്നവർക്കറിയാം. എന്നാൽ ഓവർ ടൈം ചെയ്യുന്നവർ രാത്രിയിലോ പകലൊക്കെ അല്ലെങ്കിൽ മോർണിംഗിലൊക്കെ അധികാലത്തൊക്കെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്നവർക്ക് ഇരട്ടിയാണ് പ്രതിഫലം, ഡബിൾ ആണ് അല്ലേ? അങ്ങനെയല്ലേ ഓവർ ടൈം കണക്ക് കൂട്ടുന്നത്? അങ്ങനെയെങ്കിൽ അധികാലത്തെ പുതപ്പും പതിച്ച് കിടക്കാതെ ആമേൻ ഈ വാർദ്ധക്യത്തിലൊക്കെ പ്രിയ അലിസൺ എന്ന ഡിവൈസ് എനിക്ക് തോന്നുന്നു പ്രായമുള്ള അപ്പച്ചന. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ ഇല്ല ഒത്തിരി പേരുണ്ട് പ്രായമുള്ളവര്, അവരെല്ലാം പ്രായമുള്ളവരാ. ഞാനത് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നത്തെ യങ് ജനറേഷന് ഭയങ്കര ഉറക്കമാണ്. ഉറങ്ങിയാൽ എങ്ങും തീരത്തില്ല. കാരണം ഉണ്ടല്ലോ, രാവിലെ ജോലി സ്കൂളിലൊക്കെ പോകുന്നത് എങ്ങനെയോ വാരിക്കെട്ടി അമ്മ എടുക്കുന്ന ടിഫിനും സോക്സ് കയ്യിലും ഷൂയിൽ കയ്യിലും വണ്ടി വന്ന് ഓണടിക്കുമ്പോഴാണ് ഓടുന്നത്. എന്നാൽ സ്തോത്രം പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ ആമേൻ 9 മണിക്കോ 10 മണിക്കോ അവർ സ്വസ്ഥമായിട്ട് ഉറങ്ങും. കാരണം ഞാൻ സമാധാനത്തോടെ കിടന്നിറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിപ്പിക്കുവാൻ. അമ്മേ അങ്ങനെ അമ്മേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ യങ് തലമുറയ്ക്ക് ഇങ്ങനൊരു ഭാഗ്യം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായമുള്ള നിങ്ങൾക്ക് ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. അധികാലത്ത് എഴുന്നേറ്റ് ആ മുഖം അന്വേഷിക്കുന്ന ഭക്തന്മാർ, പ്രത്യേകിച്ച് ഇത് നേതൃത്വം കൊടുക്കുന്ന വത്സല്യ ദേവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അമേൻ. പ്രായമോ ഒന്നുമല്ല. ഇനി നമുക്കൊരു വാക്യം കൂടി വായിക്കാൻ ആഗ്രഹിക്കും. നിങ്ങളെ എബ്രായലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. അവിടെ യാക്കോബിനെ പറ്റി എഴുതുന്നത്, യാക്കോബ് വടിയെ നിന്ന് ആരാധിച്ചെന്ന്. നിങ്ങൾക്കറിയാമോ ആ വാക്യം എവിടാണെന്ന്? അറിയാമോ ആ വാക്യം എവിടാണെന്ന്?
ഓക്കെ, നിങ്ങൾ അറിയത്തില്ലെങ്കിൽ വായിച്ചിട്ട് എനിക്ക് ടെസ്റ്റ് ചെയ്താൽ മതി, ദേവദാസനോട് പറഞ്ഞാൽ ദേവദാസ് അറിയിച്ചോളൂ. നിങ്ങളത് വായിക്കണം. അത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം, പ്രായം ദൈവത്തെ ആരാധിക്കുവാൻ ഒരു മാനദണ്ഡമല്ല. പിന്നെ പൊസിഷൻ, ഞങ്ങളൊക്കെ നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്നവരാ. ദാവീദ് രാജാവായിരുന്നു. ആ രാജാവ് സ്തോത്രം എന്ത് ചെയ്തു? എങ്ങനാ ദൈവത്തെ സ്തുതിച്ചത്? പഞ്ഞിനൂലങ്കി ധരിച്ച് ദൈവസേന നൃത്തം വെച്ചു. എന്താണെന്നറിയാമോ? ഒരാട്ടിടയെ ചെറുക്കനായിരുന്ന എന്നെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയാക്കിയ ദൈവത്തെ ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ഇതുവല്ലോ മീഖൽ എന്നറിയാമോ? ശൗൽ രാജാവിന്റെ ഭവനത്തിൽ ജനിച്ച മീഖൽ ഇതുവല്ലോ അറിയാമോ? ഇന്നത്തെ തലമുറയ്ക്ക് ഇതുവരെ അറിയാമോ? അറിയത്തില്ലെങ്കിൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ഒന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിലും ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നിങ്ങളുടെ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. എന്തുവാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇന്നലെ പാസ്റ്റർ മെസ്സേജ് പറയുമ്പോൾ ചില മിസ്റ്റേക്ക് ഉണ്ടായി, അതല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ഇന്നലെ സഭയിലുണ്ടായ വിഷയമല്ല പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ആരെങ്കിലും എടുത്താൽ വായിച്ചു. എന്റെ പെട്ടെന്ന് ചിന്തയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ നിങ്ങൾക്ക് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഈ ലോകത്തിലെ എല്ലാം കൊടുത്താലും, എന്റെ പേരൻസ് പറയുമായിരുന്നു, മക്കൾക്ക് ചൊല്ലും കൊടുക്കണം, ചോറും കൊടുക്കണമോ എന്ന് പറഞ്ഞാൽ ഫുഡ് മാത്രം ആവശ്യമുള്ള സാധനമല്ല, ചൊല്ലുകൂടെ ദൈവജനം കൂടെ പഠിപ്പിക്കണം. അടുത്ത വായിച്ച നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെക്കുറിച്ച് നിന്റെ മക്കളോട്, തലമുറയോട് സംസാരിക്കണമെന്ന് ഇന്ന് പകൽക്കാല പ്രഭാതത്തിൽ ദൈവാത്മാവ് ഓർപ്പിച്ചെങ്കിൽ ഈ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യുന്നവർക്കായിട്ട് സ്തോത്രം. ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ ഇന്നു മുതൽ തീരുമാനമെടുക്കെ, എന്റെ തലമുറയെ എന്നെ നടത്തിയ ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തും, എന്നെ കൊണ്ടുവന്ന ദൈവത്തെ ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കും. നിങ്ങൾക്കറിയാമോ, റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം, ദേവദാസനെ ക്ഷമിക്കണം, 1 മിനിറ്റ് എടുക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. അവിടെ അപ്പോസ്തലനായ പൗലോസ് സ്തോത്രം എന്റെ കർത്താവിനെ പരിചയപ്പെടുത്തി ഇൻട്രൊഡ്യൂസ് എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നേ? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി ഞാൻ വിശ്വസിച്ച എന്നെ കൊണ്ടുവന്ന ദൈവം, എന്നെ നടത്തിയ ദൈവം ആരാണെന്ന് തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം. ഇവിടെ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടവനായ പൗലോസ് അപ്പോസ്തലൻ തന്റെ റോമയിലുള്ള സഭയ്ക്ക് എഴുതി എന്താ എഴുതുന്നത്? മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഇല്ല. അവിടെ ഒന്നുമില്ല കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല, നന്മകളില്ല. പക്ഷെ ആ ഇല്ലാത്തതിനെ ഉള്ളതുകൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കുവാൻ കഴിയുമോ എന്നാണ് പറയുന്നത്. യേശു കർത്താവിനെ സ്തോത്രം അപ്പോസ്തലനായ പൗലോസ് അവിടെ കാട്ടിക്കൊടുക്കുന്നത്, അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, പരിചയപ്പെടുത്തി കൊടുക്കുന്നത് റോമയിലുള്ള വിശ്വാസികൾക്ക്. അതിന്റെ മുൻപും പിൻപും വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ അവിടെ എങ്ങും പോകുന്നില്ല. ഇന്ന് രാത്രി പ്രഭാതത്തിൽ ഈ വചനം കൂടി ദൈവം നമ്മൾ ഇടപെട്ടല്ലോ, അനേക വചനങ്ങൾ കൂടി നമ്മൾ ഇടപെട്ടു. ആ വചനം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, സന്തോഷമായി തീരട്ടെ, സമാധാനം നൽകുന്ന വചനമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടെ ദൈവമക്കൾ ആയിരിക്കുന്ന വരും ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത ഒരു സന്തോഷം ലഭിക്കാനിടയായി. 1-2 മെസ്സേജുകൾ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചത് ഇന്ന് പറയാതെ ഈ വചനം ദൈവാത്മാവ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ അവസരം ഒരുക്കുന്ന കർത്താവിന്റെ ദാസരോടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളേവരും വളരെ ശ്രദ്ധയോടെ വചനം കേട്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.